അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതരുടെ പട്ടിണി സമരം ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസ് പടിക്കലാണ് സമരം നടത്തുന്നത്. മണ്ണിടിഞ്ഞ് 9 വീടുകൾ പൂർണ്ണമായും 14 വീടുകൾ ഭാഗികമായും തകർന്നു. അഖിൽ ചേരുകയാണ്. അഖിൽ, വിശദാംശങ്ങൾ. കഴിഞ്ഞ 29 ദിവസമായി വരുന്ന അടിമാലി ദുരന്തബാധിതരുടെ സമരം ഇപ്പോൾ പട്ടിണി സമരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 29 ദിവസമായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പരിഹാരം നാളിതുവരെയായി ഉണ്ടായിട്ടില്ല. 2025 നവംബർ മാസത്തിലാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ദുരന്തം അടിമാലിയിൽ ഉണ്ടാകുന്നത്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലമായിരുന്നു പ്രദേശത്തെ 14ഓളം കുടുംബങ്ങൾക്ക് തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടത്. ഇതേ തുടർന്ന് ഇവരെ മാറ്റി താമസിപ്പിക്കുകയും കൃത്യമായി വാടക അടക്കമുള്ള കാര്യങ്ങൾ കരാർ കമ്പനി ഉറപ്പു നൽകുകയും ചെയ്തെങ്കിലും അത് ഇടക്കാലത്തിൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഇവർ സമരം ആരംഭിച്ചു. എന്നാൽ നാളിതുവരെയായി മുടങ്ങിയ വാടക കുടിശ്ശിക നൽകാമെന്നുള്ളതല്ലാതെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സർക്കാരിലേക്ക് 10 ലക്ഷം രൂപ വീതം ഓരോ കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകണം എന്ന് അറിയിക്കുകയുണ്ടായി. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ആ ശുപാർശ നിലവിലെ സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിൽ സർക്കാർ ഇവരെ കൈയൊഴിയുന്ന ഒരു നയമാണ് പിന്തുടരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ അവർ ആദ്യഘട്ടത്തിൽ സമരം നടത്തിയിരുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് ആ പ്രദേശത്ത് നിന്ന് ഇവരെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മാറ്റുകയുണ്ടായി. ആ മാറ്റിയവർ UDF നേതൃത്വം നൽകുന്ന അടിമാലി പഞ്ചായത്തിന് മുന്നിലേക്ക് സമരം മാറ്റുകയും ആ സമരത്തിൽ യാതൊരുവിധ മുന്നോട്ട് പോകലുകളും ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവർ പട്ടിണി സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ 29ാമത്തെ ദിവസം പിന്നിടുകയാണ് ഈ സമരം. 29ാമത്തെ ദിവസം പിന്നിടുമ്പോഴാണ് ഇവർ പട്ടിണി കിടന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും തങ്ങൾ നേരിട്ടൊരു ദുരന്തത്തിൽ ഇതുവരെയും തങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികൾ ആരും തങ്ങൾക്കായി ഒന്നും ചെയ്യാത്തതിന്റെ അമർഷത്തിൽ കൂടിയാണ് നിലവിൽ അടിമാലി മണ്ണിടിച്ചിൽ ദുരന്ത ബാധിതരുള്ളത്. ഷമ്മി.